ഗൈസ്, അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ എടുക്കാനും അതൊന്നും നമുക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടുന്നില്ല. കാരണം ഡെയിലി ക്ലാസ്, അതിന് വീട്ടിൽ വന്നാൽ കുറേ വർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ബിസിയാണ്. എങ്കിലും ഞാൻ മാക്സിമം വീഡിയോ എടുക്കാനും അതൊക്കെ പോസ്റ്റ് ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും ഇങ്ങനെ തന്നെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു സ്വന്തം മരമാണ്. ഇത് ഞങ്ങൾക്കൊഴിച്ച് ബാക്കിയുള്ള ഒരുപാട് പേർക്ക് അത്യാവശ്യം നല്ല വാല്യൂ ഉള്ളൊരു മരമാണ്. അതിപ്പോൾ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വലിയ വിലയൊന്നും കാണത്തില്ല. നമുക്ക് വേറെ വല്ലവരുടെയും വീട്ടിലുണ്ടെങ്കിൽ അതിനായിരിക്കും നമുക്ക് വില. ഇതിപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതിനെ ഇങ്ങനെ കത്രികയൊക്കെ കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെ അത് പെട്ടെന്ന് ചീത്തയായി പോകും. ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോകുക. നമ്മൾ മെയിനായിട്ട് പോകുന്നത് നമ്മുടെ റിലേറ്റീവ് ഹോസ്പിറ്റലിലായിരുന്നു. അവരിപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കാണണം, പിന്നെ എൻ്റെ ഉമ്മയുടെ വീട്ടിലൊന്ന് കയറണം. അപ്പോൾ ഞാൻ ഈ സൂം ചെയ്യുന്നത് എൻ്റെ സ്കൂളാട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോകുകയാണ്. അത്യാവശ്യം സന്ധ്യ ആകുന്നുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ ഓരോ ബജിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. നല്ല മഴക്കോളും ഉണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലെത്തി കേട്ടോ. എൻ്റെ വോയിസിന് ചെറിയൊരു മാറ്റമുണ്ട്. എനിക്ക് ചെറുതായിട്ടൊരു പനി പോലൊക്കെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഉമ്മയുടെ വീട്ടിലെത്തി. നമ്മൾ വരുന്ന അവരൊട്ടും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയും അതുപോലെ തന്നെ നേരവും ഒത്തിരി വൈകുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ, എൻ്റെ ഉമ്മയുടെ ഉമ്മയാണേ, അത് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ പോയി. അപ്പം തന്നെ ചെറുതായിട്ടാണെങ്കിലും ഒരു സെക്ഷൻ മഴ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ അവരവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്. നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. അവർ വീണ്ടും ഒരു ഹോസ്പിറ്റലിന് ആവശ്യത്തിനായിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ ഒരു പൂച്ചയെ നമ്മൾ കളിപ്പിച്ച് അങ്ങനെയൊക്കെ നിന്ന് നമ്മൾ നേരെ വീട്ടിൽ പോയി. കാരണം ഇനി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.